ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. വമ്പിച്ച വിലക്കയറ്റത്തിനെതിരെ നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് ആരെങ്കിലും ചൂഷണം ചെയ്താ നമുക്ക് കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കാം. എന്നിരുത്തി തൊട്ടേനും പിടിച്ചിട്ടൊന്നും ഹർത്താൽ പറ്റില്ല. ജനങ്ങളുടെ ജീവിതം സ്തംഭിച്ചു പോയല്ലേ. നമ്മുടെ ഈ സമൂഹത്തിനെ പിന്നിലേക്ക് വലിക്കല്ലേ ഹർത്താൽ. ഹർത്താലിനെതിരെ നമ്മൾ പ്രതികരിക്കണം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിനക്ക് തലയ്ക്കല്ല അസുഖട്ടോ? ഈ ഇരിക്കുന്നത് ബംഗാളി പിള്ളേരായതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാത്തത്. രമേശാ, നാണൂറിന്റെ ചിക്കൻ സ്റ്റാളിൽ 2 കോഴി പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് തകർക്കണം. ബിച്ചു, എന്നാ പറ്റി? എന്താ ഒരു ഗൗരവം? എന്റെ അളിയ, നാളെ ഹർത്താൽ ആയതുകൊണ്ട് ബിവറേജിന്റെ മുന്നിൽ സാധനം വാങ്ങിക്കാൻ ക്യൂ നിൽക്കായിരുന്നു ഞാൻ. അവിടെ തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവൻ ഏതാണ്ടൊക്കെ പറയുക. അളിയാ, ഹർത്താലിനെതിരെ എനിക്ക് പ്രതികരിക്കണം. ജനങ്ങളുടെ ജീവിതം സ്തംഭിച്ചു പോയല്ലേ. നീ വല്ല കവല പ്രസംഗം കേൾക്കാൻ പോയാ? അതുകൊണ്ടൊന്നല്ല. എടാ, നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനും ഇങ്ങനെ നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. നീ വന്നേ, നീ ചുറ്റിലും നോക്കിയാട്ട്. എല്ലാം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ആൾക്കാരാ. ഓരോ മുഖത്തൊക്കെ ഒരു ചിരി കണ്ടുവാ. കണ്ടുവാ? അതെ, നാളെ ഹർത്താലായോണ്ടാ കേട്ടാ. ഈ ഹർത്താലിന് കുടിക്കുന്ന കള്ളും വേനൽക്കാലത്ത് കിട്ടുന്ന മഴയും രണ്ടിന്റെ സുഖം ഒന്ന് വേറെ. അതാണ്. എടാ, ചെറുപ്പക്കാരുടെ കാര്യം മാത്രല്ല, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന കുടുംബത്തിലൊക്കെ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നതിന് ഹർത്താലിന്റെ പല കുടുംബ ബന്ധങ്ങളും നിലനിന്ന് പോകുന്ന തന്നെ ഹർത്താൽ കാരണമാണ്. പിന്നെ അറിയോ എനിക്ക്? അതെ. ഓ, അപ്പൊ ഈ ഹർത്താല് വളരെ നല്ലൊരു കാര്യമാണല്ലേ? എന്ത് സംശയം. ആകെ ബുദ്ധിമുട്ട് ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക്. അവര് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് പെട്ടുപോകും. അതൊരു ന്യൂനപക്ഷ അല്ലേ? കറക്റ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. അതാണ് കാര്യം. ഞാൻ വെറുതെ നീ നന്നാവാൻ പോകുന്ന ടെൻഷൻ അടിച്ചു. ഒരു പരിപാടി വെച്ചാലോ? എന്ത് പരിപാടി? റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കുന്ന ആൾക്കാരെ നമുക്ക് ബൈക്കിൽ അവരവരുടെ വീട്ടിലെത്തിച്ചാലോ? ഏതെങ്കിലും ലോക്കൽ ചാനൽ കാശ് കൊടുത്ത് അവരെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കാം. പക്ഷെ പാർട്ടിക്കാര് നമ്മളെ റോട്ടിൽ തടഞ്ഞു നിർത്തില്ലേ? എടാ, പാർട്ടി സ്ട്രോങ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നില്ല. അല്ലാത്ത ഏരിയയിലേക്കുള്ള ആൾക്കാരെ നമ്മൾ എത്തിച്ചാ പോരെ. മോനെ, സംഗതി ഏറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ, നന്മയുടെ പാതയിൽ നാടിന്റെ യുവത്വം ചെറിയ പൊളിയായിരിക്കും മോനെ. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. എന്റെ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. നാടിന്റെ പൊന്നോമ്മനിക്ക് അനുമോദനം എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്റെ വീട്ടിലൊരു ഫ്ലെക്സ് അടിച്ചു വെക്കും. ഉമേഷ്, ഞാനിവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബീറ്റാ വിഷൻ ചാനലിന്റെ വണ്ടി നമ്മൾ പറഞ്ഞ 3 സ്ഥലത്ത് റെഡിയാണ്. ഓക്കെ. എടാ, പിന്നെ താനിപ്പൊഴി വഴി ഷാജി വരും, കൈത്തോട്ട് മുക്ക് വഴി തങ്കപ്രസാദും. നീ മേലാഞ്ചേരി തന്നെ ഉണ്ടാവൂലേ? ആ വളവ് തിരിഞ്ഞ് നീങ്ങുവാ, ഒരു ഫുൾ വൈകിട്ട് ഞാൻ നിന്നെ എടുക്കും. എടാ, എന്നെ മോൻ കാണൂലേ? അതൊന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. എടാ, ഞങ്ങൾ പുറപ്പെടാണ്. എന്തായി? തങ്കമ്മയ്ക്ക് കൈത്തോട്ട് മുക്ക് വരെ ഒരു ആന്റിയെ കിട്ടിയിട്ടുണ്ട്. വിട്ടോ വിട്ടോ. നിനക്കങ്ങോട്ടാ? അണ്ടല്ലൂർക്കാ. ചുമ കണ്ടില്ലേ? ഈ ആയിട്ട് അവിടം വരെ എത്തുമെന്ന് എന്റെ സംശയം. എന്റെ റൂട്ടിലാരുല്ലേ? ഉണ്ട്. ചേട്ടാ പോണ്ടേ? മോനെ, ബൈക്കിൽ പോയാൽ റിസ്ക് ആവോ? ഒരു റിസ്ക് ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ നിന്നോളാം. ശരി, ഇറങ്ങി ഇപ്പറ ഇരുന്ന. ഇത് ഏത് സൈഡിലേക്കാ ഇരിക്കുന്നത്? സോറി, ഏട്ടനോടെ ബൈക്കൊന്നും പോക്കില്ല അല്ലേ? എനിക്ക് ബൈക്കിൽ കയറുന്ന പരിചയമില്ല. നമുക്ക് ഇതിലേ പോവാം. എനിക്ക് പൊയിലൂർക്കാ പോണ്ടത്. പിന്നെന്താ ഈ വഴി? അതെ, ആ വഴി പോയ പാർട്ടിക്കാരനാവും. ഇത് എളുപ്പടിയാ. നമ്മുടെ ഇന്നത്തെ ഹർത്താലിനെതിരെ നിൽക്കുന്നത് ആരായാലും ശരി, അടിച്ചൊതുക്കണം, ഒന്നും നോക്കണ്ട. ഈ പാർട്ടിക്കാരെത്തി ഞാൻ ഉമേഷ് വിളിക്കട്ടെ? നീ ആരും വിളിക്കണ്ട. ഈ പാർട്ടിക്കാരും കൂടെ ഉണ്ടെങ്കിൽ ന്യൂസ് കുറച്ചും കൂടി ഹാരായി. ഇത് ചതിയാണ്. പിന്നെ ചാതി അവന്മാര് പേരുണ്ടാക്കാനല്ലേ ഈ പരിപാടി ചെയ്യുന്നേ. പക്ഷെ ചാനലിന് കൂടുതൽ പേര് കിട്ടുക ഇപ്പൊ നടക്കാൻ പോകുന്ന പരിപാടി കവർ ചെയ്താണ്. മനസ്സിലായ?
ദിവസം റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരനെ ക്ഷുഭിതരായ പാർട്ടി പ്രവർത്തകർ